CCTV നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടുമ്പോൾ ചേട്ടനാണ് അങ്ങോട്ട് ഓടുന്നത്. അവിടെ നിന്ന് ഒരു ലേഡി വരുന്നുണ്ടായിരുന്നു. ഒരു മീൻസ് നമ്മൾ സ്റ്റാഫ് അല്ലാണ്ട് പബ്ലിക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടിയത്. മീൻസ് എങ്ങനെയെങ്കിലും കൊണ്ടുവരാന്നുള്ളത്. പക്ഷേ അവർ ആ ഫോഴ്സിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ പോന്നു. എന്നെ അപ്പുറത്തെ മതിലിൽ അങ്ങോട്ടേക്ക് എടുത്ത് മറിച്ചിടുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ അതിനുശേഷമാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയത്. മണ്ണിൻ്റെ അടി മീൻസ് തല മാത്രം പുറത്തും ബാക്കിയെല്ലാം മണ്ണിൽ അടിയിലായി പോയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള രണ്ടുപേരെ സേവ് ചെയ്യാൻ പറ്റിയത്. കൗണ്ട് എത്ര പേരുണ്ടായിരുന്നു നമുക്ക് അറിയില്ല. എനിക്ക് മീൻസ് റോട്ടിലുണ്ടായിരുന്നു 10-15 പേരുണ്ട്. മീൻസ് അത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മീൻസ് എൻ്റെ പുറകെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അവരാണ് ഇങ്ങോട്ടേക്ക് തെറിച്ച് വന്നേക്കുന്നത്. എൻ്റെ പുറകെ തന്നെ ആ വീഡിയോയിൽ കാണാൻ പറ്റും. പാലത്തിൻ്റെ മുകളിലേക്കൂടെ പോകുന്നേക്കുന്നത്. പിന്നെ ഒരു പബ്ലിക് ഉണ്ടായിരുന്നത്, ഒരു ലേഡി ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അവരാണ് വണ്ടിയുടെ മീൻസ് വാട്ടർ ടാങ്കിൻ്റെ അടിയിൽക്കൂടെ വന്നേക്കുന്നത്. അവർ വൈറ്റ് ഇതുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ച് ഹോട്ടലിൽ നിന്ന് പോകാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് പൈസ റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ പ്രോജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചായ കുടിക്കാൻ വന്നത്. അപ്പോൾ ഫസ്റ്റ് മേളിൽ ഇടിഞ്ഞ് കഴിയുമ്പോഴത്തേനും ജസ്റ്റ് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെക്യൂരിറ്റി ക്യാബിന് അങ്ങോട്ടേക്ക് പോയതിന് ശേഷമാണ് അപ്പോൾ ഓർത്തപ്പോൾ പൈസ കൊടുത്തില്ലല്ലോ, തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ തന്നെ സാർ എടുത്തോളം സാർ അങ്ങോട്ടേക്ക് പോയിക്ക് നോക്കിക്കോളാൻ പറഞ്ഞു. ആ സമയത്താണ് മൊത്തത്തിൽ ഇടിയുന്നത്. എൻ്റെ കൺസ്ട്രക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ഇവരെല്ലാം മിസ്സിംഗ് ആണ്. ഇവിടെ കിട്ടിയിട്ടില്ല. ഇല്ലില്ല, ചായക്കടയിൽ 15 പേരൊന്നും ഉണ്ട്. ഉണ്ടായിരുന്നു. മീൻസ് അവരെല്ലാം ഓൾമോസ്റ്റ് ഈ മണ്ണിടിച്ചിൽ കണ്ടോടുകൂടി തന്നെ എല്ലാം സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഒത്തിരി പേര് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ചുകൂടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിടിച്ചിൽ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസ് സെക്ഷൻ ഇരിക്കുന്ന മേളിലാണ്, മീനാക്ഷി എസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒത്തിരി പേർ ഓടി കയറിയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. വെള്ളമല്ല ശരിക്കും വന്നേക്കുന്നത്. ജസ്റ്റ് ഉരുൾപൊട്ടലല്ല അത് ജസ്റ്റ് മണ്ണിടിഞ്ഞേക്കുന്നതാണ്. ഉരുൾപൊട്ടൽ എന്നുള്ളത് വെള്ളം ലോഗിങ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഉരുൾപൊട്ടൽ എന്നുള്ളത്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ മലയിലുള്ള വെള്ളം അടിക്കടെ ഒലിച്ചിറങ്ങി പാറയ്ക്കിട നമ്മുടെ തുരങ്കം മുഖത്തേക്ക് വരുന്ന പാറയുണ്ട്. ആ പാറയ്ക്ക് വരുന്ന ഭാഗം നമ്മളത് തുരങ്കമുഖം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങി വരുമ്പോൾ മേളിലുള്ള മണ്ണ് കനം കൂടുതലല്ല. അപ്പോൾ അടിയിലുള്ള ഉറവ മൂലം അത് ഇരുന്നേക്കണതാണ്. എല്ലാം ഇടിഞ്ഞേക്കുന്നത് ഓൺലി ലെഫ്റ്റ് സൈഡിൽ മാത്രം. അത് ലെഫ്റ്റ് സൈഡിലാണ്. നമ്മളിപ്പോൾ തുറമ്പ ഫോറസ്റ്റ് ഏരിയയിൽ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നുവെച്ചാൽ അത് ജസ്റ്റ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഭാഗം അങ്ങനെയാണ് വന്നത്. പക്ഷെ പെട്ടെന്ന് ഇരിക്കുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കാത്ത ഭാഗത്താണ്. അതായത് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എടുത്തിട്ട മണ്ണിട്ടേക്കുന്ന ഭാഗത്തു നിന്നാണ് ഇടിച്ചിലുണ്ടായിരിക്കുന്നത്. പക്ഷെ അവിടെയല്ല ഇടിച്ചിലുണ്ടായിരിക്കുന്നത്. അത് സേഫ് സോണാണ്. ഇത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു ഏരിയയാണ്. നമ്മൾ ചിന്തിക്കാത്തൊരു ഏരിയയാണ് ലെഫ്റ്റ് സൈഡിൽ. അത് ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ നിന്നാണ് ഇടിഞ്ഞേക്കുന്നത്. അവിടെ മീൻസ് റൈറ്റ് സൈഡിൽ നമ്മുടെ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 7 കിലോമീറ്റർ ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ബേസ് ക്യാമ്പ് ഉള്ളത്. അതല്ലാണ്ട് വർക്കേഴ്സ് താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു 500 മീറ്റർ ദൂരത്തിലാണുള്ളത്. അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല.